പാലക്കാട് ഉമ്മിണിയിൽ കണ്ടെത്തിയ പുലിക്കുഞ്ഞുങ്ങളിൽ ഒന്നിനെ തള്ളപ്പുലി കൊണ്ടുപോയി. സ്ഥലത്ത് സ്ഥാപിച്ച കൂട്ടിൽ വെച്ചിരുന്ന കുഞ്ഞുങ്ങളിൽ ഒന്നിനെയാണ് പുലി കൊണ്ടുപോയത്. രണ്ടാമത്തെ കുഞ്ഞ് വനപാലകരുടെ നിരീക്ഷണത്തിലാണ്. സമീപവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് വനം വകുപ്പ് അറിയിച്ചു. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ്, പ്രതീക്ഷിച്ചതാണ് തള്ളപ്പുലി കുഞ്ഞുങ്ങളെ തേടി എത്തുമെന്ന്. എങ്ങനെയാണ് അമ്മപ്പുലി ഈ കുഞ്ഞിനെ വിദഗ്ധമായി കൊണ്ടുപോയത്? ഇന്നലെ രാത്രി ഈ വലിയ കൂട് സ്ഥാപിച്ചെങ്കിലും വലിയ ശുഭകരമായ ഒരു കാര്യം, രണ്ട് കുഞ്ഞുങ്ങളിൽ ഒരു കുഞ്ഞിനെ തള്ളപ്പുലി കൊണ്ടുപോയി എന്നുള്ളതാണ്. നമ്മളോടിപ്പം അതിൻ്റെ വിശദാംശങ്ങൾ പറയുന്നതിന് വേണ്ടി വാളയാർ റേഞ്ച് ഓഫീസർ ചേരുന്നുണ്ട്. സാർ, ഇന്നലെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? നമ്മൾ ഇന്നലെ ഈ രണ്ട് കുട്ടികളെയും ഈ കൂടിനടുത്ത് പ്ലേസ് ചെയ്യേണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഒരു കുട്ടിയെ ഒരു പുലർച്ചയോടുകൂടി തള്ളപ്പുലി വന്ന് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ബാക്കി ബഹളവും ലൈറ്റൊക്കെ ആയതിനു ശേഷം രണ്ടാമത്തെ കുട്ടിയെ കൊണ്ടുപോയതിന് ചാൻസ് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ പ്രോസസ്സ് ഇന്ന് രാത്രി റിപ്പീറ്റ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ഈ കുട്ടികളെ എല്ലാം തള്ളപ്പുലിയുടെ ചേർക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റായിട്ട്. അതിനുശേഷം ഇവിടെയുള്ള കാടെല്ലാം വെട്ടിത്തെളിച്ച് ഇവിടെയുള്ള മറ്റ് പുലിയുടെ സാന്നിധ്യം ഇവിടുന്ന് ഇല്ലാതാക്കി ജനങ്ങളുടെ ആശങ്ക പറ്റാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഇപ്പം നമ്മൾ ഈ കൊണ്ടുപോയ കുഞ്ഞ് അതിപ്പം ഈ പരിസരത്ത് തന്നെ ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക? എങ്ങനെയായിരിക്കും നമ്മൾ ഊഹിക്കുന്ന എന്താണ്? സാധ്യതയുണ്ട്, പക്ഷേ അത് നമ്മൾ ഈ രണ്ട് കുട്ടികളെയും ഒന്നിച്ച് ചേർന്നതിന് ശേഷം ബാക്കി ഇവിടെയുള്ള കാടെല്ലാം വെട്ടിത്തെളിച്ച് പ്രദേശങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് ഇവിടെ ഈ പരിസരത്ത് പുലി ഇല്ലയെന്ന് ഉറപ്പുവരുത്തുന്നതാണ്. ഇപ്പം ഈ കുഞ്ഞിനെ കൊണ്ടുപോയപ്പോൾ കൂടിനകത്തുനിന്ന് എടുത്തിട്ടല്ലേ കൊണ്ടുപോയിട്ടുണ്ടാവും? അപ്പം അത് കെണിയിൽ പെടാതെ എടുത്തിട്ടുണ്ടോ? എങ്ങനെ? നമ്മളൊരു നിർദ്ദേശപ്രകാരം ഡോക്ടറുടെയും സയൻറ്റിസ്റ്റിൻ്റെ ഒക്കെ നിർദ്ദേശപ്രകാരം നമ്മളൊരു ബോക്സിനകത്താണ് ഈ കൂടിനകത്ത് പ്ലേസ് ചെയ്തിരുന്നത്. ഈ ബോക്സ് പുറത്തോട്ട് വലിച്ചിട്ടതിന് ശേഷമാണ് ഇതിനെ കൊണ്ടുപോയിരിക്കുന്നത്. അല്ല, അപ്പം അകത്തേക്ക് കയറിയിട്ടല്ലേ പുലി വരാൻ സാധിക്കുള്ളൂ? അപ്പം അത് അങ്ങനെ സാധിക്കുമോ? ഈ ബോക്സ് സാധിക്കും, വെച്ചാൽ ബോക്സ് കൈകൊണ്ട് തട്ടി പുറത്തിട്ടിട്ട് അതിൽ നിന്നാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഈ കൂടിന്റെ തുടക്കത്തിൽ തന്നെ ബോക്സ് ഉണ്ട് ഇപ്പോൾ അതായത് നമ്മൾ പുലി കുഞ്ഞിനെ കൊണ്ടുപോകാനുള്ള രീതിയിലുള്ള ക്രമീകരണമാണ് സത്യത്തിൽ ചെയ്തത്. നമ്മൾ രണ്ട് രീതിയിലാണ്. ഒന്ന്, ഇതിന് ട്രാപ്പിൽ വീണ് കഴിഞ്ഞാൽ ഈ പുലി ഭയങ്കര സ്ട്രെസ്സിലായിരിക്കും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഡേഞ്ചർ വരാതിരിക്കാനുള്ള രീതിയിൽ കൂടിൻ്റെ ഒരു കയറുന്ന ഭാഗത്ത് തന്നെയാണ് വെച്ചത്. അകത്ത് കയറുകയാണെങ്കിൽ ട്രാപ്പ് ആവാം, അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ ആവാം. രണ്ട് രീതിയിൽ ഒരു കുഞ്ഞിനെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് മറ്റു രണ്ടാമത്തെ നമ്മൾ ഇതേ പ്രോസസ്സ് ഇന്ന് തുടരുന്നതാണ്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ട് പുലിക്കുഞ്ഞുങ്ങളിൽ ഒരു കുഞ്ഞിനെ തള്ളപ്പുലി കാട്ടിലേക്ക്, ഇതിൻ്റെ സമീപ പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ്. നമുക്ക് ഇവിടെ ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇതിനകത്താണ്, ഈ കെട്ടിടത്തിനകത്താണ് രണ്ട് കൂടുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഒരു കൂടിനകത്ത് കുഞ്ഞുങ്ങളെ സ്ഥാപിച്ചു, ഒരു ബോക്സിനകത്ത് പുലിക്കുഞ്ഞുങ്ങളെ വെച്ചിരുന്നു. ആ പുലിക്കുഞ്ഞുങ്ങളെ ആ കൂടിനകത്തേക്ക് കയറാതെ പുലി കൈ കൊണ്ട് തട്ടി പുറത്തേക്ക് ഇട്ട് കുഞ്ഞിനെ കൊണ്ടുപോയി എന്നുള്ളതാണ് റേഞ്ച് ഓഫീസർ വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റ് രണ്ടാമത്തെ കുഞ്ഞിനെ ഇപ്പോൾ അല്പസമയം മുമ്പ് ഇവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി അതിന് ആവശ്യമായ പരിചരണം നൽകുന്നതിന് വേണ്ടി ആണ് കൊണ്ടുപോയിട്ടുള്ളത്. DFO ഓഫീസിന് മുമ്പ് അവിടെ വെച്ചിട്ടായിരിക്കും ആവശ്യമായ പരിചരണങ്ങൾ നൽകുക. അതിനുശേഷം ഇന്നലെ നടത്തിയ അതേ ക്രമീകരണങ്ങൾ ഇന്നും ചെയ്യുകയും വൈകിട്ട് പുലിക്കുഞ്ഞിനെ വെക്കുകയും ചെയ്യും എന്നതാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. കൂടിൽ പുലിയെ കുടുങ്ങിക്കഴിഞ്ഞാൽ അതിനെ കാട്ടിൽ കൊണ്ടാക്കുന്നതിനുള്ള നടപടികളായിരിക്കും ചെയ്യുക. അതോടൊപ്പം തന്നെ ഇത് ക്രമീകരിക്കുന്നതിന് വേണ്ടി ഇവിടെ ആവശ്യമായ ഈ കാടുകളെല്ലാം തന്നെ വെട്ടിത്തെളിച്ചുകൊണ്ട് പുലിയില്ല നാട്ടുകാരുടെ ഭീതി ഒഴിവാക്കുന്നതിനും അത്തരം നടപടികൾ കൂടി വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പശ്ശേരി, ന്യൂസ് 18. ഭീതി ഒഴിവാക്കാൻ എത്ര നടപടി ഒഴിവാക്കിയാലും അവിടെ ആളുണ്ട്, പുലിയുണ്ട്. സ്വാഭാവികമായും നാട്ടുകാർക്ക് ഭയം തന്നെയായിരിക്കും. പുലി വന്ന് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയാലും ഈ പുലിയും കുഞ്ഞുങ്ങളും എല്ലാം ആ പ്രദേശത്ത് തന്നെ ഉണ്ടാവുമോ എന്നുള്ള ഭയം എന്തായാലും മാറുന്നില്ല. എന്തായാലും പുലി വീണ്ടും മടങ്ങി വരുമെന്ന് പ്രതീക്ഷിക്കുക. അപ്പോഴെങ്കിലും കൂട്ടിൽ കയറുമെന്നും സുരക്ഷിതമായ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് ഇതിനെ എത്തിക്കാൻ കഴിയുമെന്നും പ്രതീക്ഷിക്കുക. നാട്ടുകാരെ സംബന്ധിച്ച് നമുക്കിതൊരു കൗതുകമാണ്, പക്ഷേ ആ നാട്ടുകാരെ സംബന്ധിച്ച് അത് ഭീതിയുടെ വലിയ വിഷയം തന്നെയാണിത്.